പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പത്താങ്കല്ലിലെ അക്ഷരം എന്നു പേരായ ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ടാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ഒരു സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങളുടെയും വർത്തമാന പത്രങ്ങളുടെയും മാസികകളുടെയും ഒരു സംഭരണ കേന്ദ്രം മാത്രമായിട്ടല്ല തുടക്കം മുതലേ നിലനിന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം വളർന്നു വന്ന ഗ്രന്ഥാലയങ്ങൾ, അവയുടെ എല്ലാം പിറവിക്ക് പിന്നിൽ പുസ്തകങ്ങളോടും വായനയോടുമുള്ള താല്പര്യം എന്നതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘാടനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ചിലപ്പോഴത് നവോത്ഥാനപരമായ താല്പര്യങ്ങളോടെ ആയിരിക്കും, മറ്റു ചിലപ്പോഴാകട്ടെ അത് സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ വിവിധ നിലകളിൽ സാമൂഹ്യ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് കേരളത്തിലെ ഗ്രന്ഥാലയങ്ങൾ വലിയൊരു പങ്ക് വളർന്നു വന്നത്. അത് പഴയ വായനശാലകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അവയുടെ പേരുകളിൽ തന്നെ ഇതിൻ്റെ അടയാളം കാണാൻ പറ്റും. ചിലതെല്ലാം മഹാത്മാഗാന്ധിയുടെ പേരിലായിരിക്കും, ചിലത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയും, ചിലത് സുഭാഷ് ബോസിൻ്റെയും, പിന്നീട് നാരായണ ഗുരുവിൻ്റെയും വീട്ടിയുടെയും ഒക്കെ പേരിൽ എത്രയെങ്കിലും വായനശാലകൾ നമുക്ക് കേരളത്തിൽ കാണാം. ഇന്ത്യയുടെ വായനശാലകളുടെ മൊത്തം കണക്കെടുത്താൽ തന്നെ കേരളത്തിലാണ് അവയിൽ വലിയൊരു പങ്ക് എന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഇന്ന് ഗ്രന്ഥശാലാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത ഗ്രന്ഥശാലകൾ തന്നെ 7500-ലധികമുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും വായനശാലകളും ഗ്രന്ഥശേഖരങ്ങളും സ്വകാര്യ വ്യക്തികളുടെ ഗ്രന്ഥശേഖരങ്ങളും എല്ലാം ചേർത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 ഗ്രന്ഥാലയങ്ങൾ സംശയരഹിതമായും കേരളത്തിൽ കാണും. കേരളത്തിൽ 1000 പഞ്ചായത്തുകളാണ് പൊതുവിലുള്ളത്, മുനിസിപ്പാലിറ്റികളും നഗരസഭകളും കൂടാതെ. അതിനർത്ഥം ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ 5 മുതൽ 10 വരെ വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഇത്ര വലിയ തോതിൽ ഗ്രന്ഥാലയങ്ങൾ വ്യാപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പ്രദേശം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പഞ്ചായത്ത് പരിധിക്കുള്ളിൽ 5-8 ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന സ്ഥിതി വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ അസാധാരണമായ കാര്യം കേരളത്തിൽ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കൊണ്ട് വലിയ തോതിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാനവർദ്ധനവിനും സാഹിത്യാസ്വാദനത്തിനും വേണ്ടി പുസ്തകങ്ങൾ എടുത്തു വായിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമല്ല കേരളത്തിലെ വായനശാലകളിലും ഗ്രന്ഥാലയങ്ങളിലും വലിയൊരു പങ്ക് നിലവിൽ വന്നത്. കർഷക പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി, നവോത്ഥാന പ്രവണതകളുടെ ഭാഗമായി, രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒക്കെ രൂപപ്പെട്ടവയാണ് കേരളത്തിലെ വലിയൊരു പങ്ക് ഗ്രന്ഥാലയങ്ങൾ. ആ നിലയിൽ നോക്കിയാൽ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ ചരിത്രവുമായി, നവോത്ഥാനവുമായി, ആധുനിക ലോകത്തേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഗ്രന്ഥശാലകൾ എന്ന് കാണാൻ പറ്റും.
ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനം മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് സാക്ഷാത്കരിക്കപ്പെട്ട ഇടവുമാണ് അത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ ആളുകൾ ഒത്തുകൂടിയ അപൂർവം സ്ഥാപനങ്ങളിലൊന്നായിട്ടും നമുക്ക് കേരളത്തിലെ ഗ്രന്ഥശാലകളെ കാണാൻ പറ്റും. നാരായണ ഗുരു ദേവാലയങ്ങളെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിലും ഏതെങ്കിലും ഒരു ദേവാലയം ആ നിലയിൽ വളർന്നു വന്നോ എന്നത് സംശയമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും കെട്ടുപാടുകൾക്കെല്ലാം പുറത്ത് മനുഷ്യർ സോദരത്വേന വാഴുന്ന ഇടങ്ങളായി ദേവാലയങ്ങളും ദൈവങ്ങളും ഒക്കെ രൂപാന്തരപ്പെടണമെന്ന വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും അത് സഫലമായില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവസാന കാലമായപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഇനി ദേവാലയങ്ങൾ സ്ഥാപിക്കരുത്, വിദ്യാലയങ്ങൾ മതി എന്ന് അദ്ദേഹം നേരിട്ട് തന്നെ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അത്തരമൊരു അദ്ദേഹം സ്വപ്നം കണ്ട സാമൂഹിക സ്ഥാപനത്തിൻ്റെ സ്വഭാവം ഒരുപക്ഷെ കേരളത്തിൽ നിലനിർത്തിയത് അതിൽ നിന്ന് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 2-3 തരം സ്ഥാപനങ്ങളാണ്. ഒന്ന് നമ്മുടെ ആദ്യകാല വിദ്യാലയങ്ങളാണ്. ആദ്യകാല വിദ്യാലയങ്ങളിൽ ഞാൻ എടുത്തു പറയുന്നത് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ പലതും അങ്ങനെ ജാതി മത ഭേദങ്ങളില്ലാതെ സാമൂഹ്യ വിഭജനത്തിൻ്റെ അടയാളങ്ങളൊന്നുമില്ലാതെ മനുഷ്യർക്ക് ഒന്നുകൂടാൻ ഒത്തുചേരാൻ കഴിയുന്ന ഇടങ്ങളാണോ എന്ന സംശയം വലിയ തോതിലുള്ള ഒരു കാലമാണ് എന്നതുകൊണ്ടാണ്. ജാതികളുടെയും മതങ്ങളുടെയും ആൾദൈവങ്ങളുടെയും ഒക്കെ പിടിയിൽപ്പെട്ട അവരുടെയൊക്കെ അനുയായികളാലും അതിൻ്റെ താല്പര്യങ്ങളാലും ഒക്കെ നയിക്കപ്പെടുന്ന എത്രയെങ്കിലും വിദ്യാലയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വളരെ കൂടുതലുണ്ട്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ കേരളത്തിൽ വളർന്നു വന്ന വിദ്യാഭ്യാസ വ്യാപനം ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യങ്ങളിലൊന്ന് ജാതി മതഭേദങ്ങൾക്കുപരിയായ ഒരു സ്ഥാപനമായി അതിനെ മാറ്റിക്കൊണ്ടുവന്നു എന്നതാണ്. ഇതിന് സമാനമായ നിലയിലുള്ള മതസാഹോദര്യത്തിൻ്റെയും സാമൂഹ്യമായ സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു വേദിയായി നമ്മുടെ ഗ്രന്ഥശാലകളും മാറിത്തീർന്നു. അത് ഗ്രന്ഥശാലകൾ നേരിട്ട് അത്തരം ദൗത്യം ഏറ്റെടുത്തു എന്നല്ല, മറിച്ച് ഗ്രന്ഥശാലകളിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഗ്രന്ഥശാലകളുടെ നിലവിൽ വരവിന് കാരണമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രയോഗങ്ങൾ, പ്രക്രിയകൾ അവയെ അങ്ങനെയുള്ള ഇടങ്ങളാക്കി മാറ്റി തീർത്തു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഒരു ഗ്രന്ഥശാലയുടെ കെട്ടിടം രൂപപ്പെടുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ ഗ്രന്ഥശാലയ്ക്ക് വാർഷികങ്ങൾ നടക്കുന്ന സന്ദർഭത്തിലും ഒക്കെ കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരത്തിൽ 100 കണക്കോ 1000 കണക്കോ ആയ സമ്മേളനങ്ങൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹിക ജാഗ്രതയുടെ രൂപപ്പെടലിന് വഴിവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായി ഇത്തരം കൂട്ടായ്മകൾ മാറിത്തീരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രന്ഥാലയങ്ങളെക്കുറിച്ച് വിപുലമായ നിലയിൽ സംസാരിക്കുന്നില്ല. ഗ്രന്ഥശാലകൾ ഒരുപക്ഷെ മറ്റൊരു നിലയിലുള്ള പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാം. വായന മരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ടെങ്കിലും അതൊന്നും വസ്തുതാപരമായി അത്ര ശരിയല്ല. ആളുകൾ ധാരാളമായി പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മുൻപ് ഏത് കാലത്തോടൊപ്പം തന്നെ ഇക്കാലവും വായനയിൽ ഒട്ടും പിന്നിലല്ല എന്നാണ് വ്യക്തിപരമായി അതേക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പത്രങ്ങളുടെയും നമ്മുടെ പുസ്തകങ്ങളുടെയും നമ്മുടെ നാനാതരത്തിലുള്ള അച്ചടി മാധ്യമങ്ങളുടെയും ഇതര മാധ്യമങ്ങളുടെയും ഒക്കെ വിൽപ്പനയും മറ്റും പരിശോധിച്ചാൽ വായന മരിക്കുന്നു എന്നതിന് വലിയ തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ വായനയുടെ സാമൂഹിക ഫലത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വായനയുടെ സാമൂഹിക ഫലം ഒരു നിലയ്ക്ക് നമ്മളിവിടെ സംസാരിക്കേണ്ട വിഷയവുമായി ബന്ധമുള്ള ഒന്നാണ് ശരിയായ വായന. അത് മതനിരപേക്ഷതയും ബഹുസ്വരതയും എന്ന ഒരാശയമാണ്. മതനിരപേക്ഷതയോടും ബഹുസ്വരതയോടും ഇന്ത്യൻ ബഹുസ്വരത ഇന്നലെ ഇന്ന് എന്ന പ്രമേയമാണ് ഇവിടെ ഈ ആലോചനയുടെ വിഷയമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ എല്ലാ നല്ല പുസ്തകങ്ങളും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധം ജീവിതത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ചുള്ള ധാരണയാണ്.
അതൊരു മനുഷ്യനെ കുറിച്ചാകാം, ഒരു നാട്ടിൻപുറത്തെക്കുറിച്ചാകാം, ഒരു കുടുംബത്തെക്കുറിച്ചാകാം, ഒരു രാജ്യത്തെക്കുറിച്ചാകാം. അതിലടങ്ങിയ വൈവിധ്യങ്ങളെയും പലപ്പോഴും അതിലടങ്ങിയ വൈരുദ്ധ്യങ്ങളെയും കുറിച്ചുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് നൽകുന്നു എന്നതാണ് വായനയുടെ ഒരു വലിയ സംഭാവന. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു നിലയിൽ നമുക്ക് കൈവരിക്കാൻ കഴിയാത്ത സൂക്ഷ്മമായ ചരിത്രബോധം, സൂക്ഷ്മമായ സാമൂഹിക ബോധം, സമൂഹത്തിൻ്റെ അനുഭവ തലത്തെ മുൻനിർത്തി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് വായന. വായിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ തോന്നാവുന്നത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ വിവരങ്ങൾ കിട്ടും, വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രസാനുഭൂതി കൈവരും, നിങ്ങൾക്ക് കഥ വായിച്ചോ കവിത വായിച്ചോ നോവൽ വായിച്ചോ ഒക്കെ രസിക്കാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ പറയാൻ കഴിയും. അതൊന്നും തെറ്റുമല്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറം വായന നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായി എനിക്ക് തോന്നുന്നത്, ഒന്ന്, നമ്മുടെയൊക്കെ പരിമിതമായ ജീവിതബോധത്തിൽ നിന്ന് വളരെ വിപുലമായ ഒന്നിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വായനയ്ക്ക് കഴിയും എന്നതാണ്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ നമ്മളെ നമ്മിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്ന് കൂടിയാണ് വായന. മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച് കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ്. ആരും 70-80 കൊല്ലക്കാലം, ഇപ്പം ശരാശരിയായ ദൈർഘ്യം അത്ര ആയതുകൊണ്ട് 75-80 കൊല്ലക്കാലം ലോകത്തിൻ്റെ ഏതെങ്കിലും ചില കോണുകളിൽ പരിസരങ്ങളിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് എല്ലാവരും. എന്നാൽ മനുഷ്യവംശം എന്നതാകട്ടെ ഇങ്ങനെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങുന്നതല്ല, കാലത്തിൻ്റെ ഏതെങ്കിലും ഒരടരിൽ അവസാനിക്കുന്നതും അല്ല. അതിവിസ്തൃതമായ കാലദേശങ്ങളിലൂടെ മനുഷ്യ ജീവിതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തെ മനസ്സിലാക്കുക എന്നതിന് നിശ്ചയമായും നമുക്ക് നമ്മുടെ ജീവിതം മാത്രം മതിയാവില്ല. നമ്മിലൂടെ നാം ലോകത്തെ നോക്കാൻ ശ്രമിച്ചാൽ വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നു എന്ന ഒരു വാമനത്വത്തിലേക്ക്, ഇടുക്കത്തിലേക്ക് നമ്മൾ ചെന്നു ചേരും. നമുക്ക് ജീവിതത്തെക്കുറിച്ച് അനുഭവങ്ങൾ ഉണ്ടാവും. പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, എൻ്റെ അനുഭവമാണ് സത്യം. അനുഭവം സത്യമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ അനുഭവവും സത്യത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ ആകമാനമുള്ള പ്രകൃതത്തെ ഉൾക്കൊള്ളില്ല. സത്യത്തിൻ്റെ വളരെ ഭാഗികമായ, വളരെ ചെറിയൊരംശത്തെ മാത്രമാണ്, യാഥാർത്ഥ്യത്തിൻ്റെ വളരെ ചെറിയൊരംശത്തെ മാത്രമാണ് എത്ര വലിയ ജീവിതം കൊണ്ടും ഒരാൾക്ക് കൈവരിക്കാൻ കഴിയുക. അതുകൊണ്ട് അനുഭവങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കുക എന്നതിൽ ഒരു ശരിയുള്ളപ്പോൾ തന്നെ അത് ലോകത്തെ കുറച്ച് കാണിക്കുകയേ ഉള്ളൂ, ലോകത്തെ വളരെ ചെറിയ തോതിൽ കാണിച്ചു തരികയേ ഉള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മറിച്ചൊരു കഥ വായിക്കുന്ന സമയത്ത്, ഒരു നോവൽ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കവിതയോ അതുപോലെ മറ്റു തരത്തിലുള്ള സാഹിത്യകൃതികളോ വായിക്കുന്ന സമയത്ത് നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടേതല്ലാത്ത ചില അനുഭവങ്ങളിൽ പങ്കുചേരുകയാണ്. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റും, നമ്മുടേതല്ലാത്ത അനുഭവങ്ങളിൽ ജീവിക്കാനുള്ള ഒരു വലിയ ക്ഷണമാണ് വാസ്തവത്തിൽ വായന. നാം ജീവിക്കുന്ന ജീവിതമല്ല. ഞാനിപ്പോൾ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ടോൾസ്റ്റോയിയുടെ വിശ്വപ്രസിദ്ധമായ നോവൽ അന്നാ കരേനീന എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന, നല്ല കുടുംബവും നല്ല സാമ്പത്തിക ശേഷിയും യോഗ്യനായ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള ഒരു സ്ത്രീ, അന്ന എന്ന സ്ത്രീ, അവര് ഒരു സൽക്കാര വേളയിൽ വെച്ച് ഒരു കാമുകനെ കണ്ടുമുട്ടുകയും സ്വഭാവശുദ്ധിയൊന്നും അത്രയേറെ ഇല്ലാത്ത, വിടൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാമുകനെ കണ്ടുമുട്ടുകയും അയാളിൽ ആകൃഷ്ടനാവുകയും അയാൾക്ക് പിന്നാലെ തൻ്റെ ജീവിതവുമായി നടക്കുകയും അവസാനം കൊടുങ്കാറ്റ് കടമറിച്ച് കളഞ്ഞൊരു മഹാവൃക്ഷം പോലെ അവരുടെ ജീവിതം അത്യന്തം ദയനീയമായി മണ്ണടിയുന്നതുമാണ് നാം ആ നോവലിൽ വായിക്കുന്നത്. ഇത്തരത്തിലൊരാൾ നമ്മുടെ ജീവിത പരിസരത്തുണ്ട്. നമ്മുടെ അയൽപക്കത്ത് അന്നാ കരീനയിലെ അന്നയെ പോലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ത്രീയെ മാനിക്കില്ല.
നമ്മൾ ആ സ്ത്രീയെ ദുർനടപ്പുകാരിയായിട്ടോ നമ്മൾ ആ സ്ത്രീയെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടോ വളരെ നിഷേധാത്മകമായിട്ടാണ് കാണുക. അവരെ നമ്മൾ ഒട്ടും ആദരിക്കില്ല. അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മൂല്യം നാം കൽപ്പിക്കുകയുമില്ല. പക്ഷെ കഴിഞ്ഞ 2 നൂറ്റാണ്ടായി ലോകം മനുഷ്യാവസ്ഥയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുന്ന പാഠങ്ങളിൽ ഒന്ന് അന്നാ കരേനീനയിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ജീവിതാനുഭവം നമുക്ക് തരുന്നതിനേക്കാൾ വ്യാപ്തിയോടെ ജീവിതത്തിൻ്റെ സങ്കീർണതയെക്കുറിച്ച്, അതിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താൻ കലയ്ക്ക് കഴിയും എന്നതാണ്. കലയുടെ വലിയ സാധ്യത അതാണ്. അതല്ലാതെ കുറച്ച് നേരം പോക്കിന് നാം പാട്ട് പാടുന്നു, കുറച്ച് നേരം പോക്കിന് നോവൽ വായിക്കുന്നു എന്നതല്ല. അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അതിനപ്പുറം വലിയ സാധ്യതകളുണ്ട്. ജീവിതം എന്ന നിലയ്ക്ക് നാം ജീവിക്കുന്ന ജീവിതം എന്ന നിലയ്ക്ക് നമ്മുടെ അയൽപക്കങ്ങളിലോ ചുറ്റുവട്ടത്തിലോ നമുക്ക് പരിചയമുള്ള അനുഭവ ലോകങ്ങൾ, ഇതിൽ നിന്നൊക്കെ എത്രയോ ഭിന്നമായ, എത്രയോ വ്യത്യസ്തമായ, സങ്കീർണമായ, ഒരുപക്ഷെ നേർക്ക് നേരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്രയെങ്കിലും അനുഭവ ഘടനകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പതിയിരിപ്പുണ്ട്. അതിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് വാസ്തവത്തിൽ കല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാം ജീവിക്കുന്ന ജീവിതത്തിനപ്പുറത്തേക്ക് അനുഭവങ്ങളുടെ വലിയൊരാകാശത്തെ നമുക്ക് കല തുറന്നു തരുന്നു എന്ന് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരവരിൽ നിന്നുള്ള മോചനമാണ് മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ ഒറ്റയ്ക്കൊരാളാണ് എന്ന് കരുതുകയും എൻ്റെ ജീവിതം ഞാനായി തന്നെ പടുത്തുയർത്തിയതാണ് എന്ന് ധരിക്കുകയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് കരുതുകയും ചെയ്യുന്ന വ്യക്തിവാദത്തിൻ്റെ, സാമൂഹിക നിരാസത്തിൻ്റെ യുക്തി വലിയ തോതിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ലെന്നും ജീവിതം എന്ന് പറയുന്നത് പ്രാഥമികമായി തന്നെ പങ്കുവയ്ക്കലാണ് എന്നും ഇതര മനുഷ്യരുടെ അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനായിട്ട് കഥയ്ക്കോ നോവലിനോ കവിതയ്ക്കോ കഴിയും. ഇപ്പൊ കുമാരനാശാന്റെ അവസാന കൃതിയായ കരുണയെക്കുറിച്ച് വിജയമാഷ് പറയുന്നൊരു വാക്യം, മലയാള ഭാഷ കണ്ട ഏറ്റവും പ്രണയവതിയായ നായിക ഒരു വേശ്യയായിരുന്നു എന്നാണ് ആ കവിത നമ്മെ പഠിപ്പിക്കുന്നത്. വാസവദത്ത ഒരു വ്യഭിചാരിണിയായ സ്ത്രീയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴും അവരായിരുന്നു അക്കാലം വരെയുള്ള മലയാള കവിതയിൽ തെളിഞ്ഞു വന്ന ഏറ്റവും സ്നേഹവതിയായ ഒരു നായിക. ഈ വൈരുദ്ധ്യം, ഒരു ഭാഗത്ത് വ്യഭിചാരത്തിൽ ജീവിതം ആണ്ടുമുഴുകി പോവുക, മറുഭാഗത്ത് അതിനുള്ളിൽ തന്നെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ അത്യുന്നത ലോകങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്യുക. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമുക്ക് വ്യഭിചാരം എന്നത് എപ്പോഴും വ്യഭിചാരം മാത്രമാണ്, പ്രണയം എന്നത് അതിൻ്റെ മറുപുറമാണ്. പക്ഷേ വ്യഭിചാരത്തിലും പ്രണയത്തിൻ്റെ മുദ്രകൾ ഉണ്ടാവുമെന്നും അഥവാ പ്രണയിനിയായ ഒരാൾ വ്യഭിചാരിണിയുമാകുമെന്നും നമ്മോട് പറയുന്നു, നമ്മെ അനുഭവപ്പെടുത്തി തരുന്നു. അതുവഴി നമ്മുടെ ജീവിതബോധത്തിൻ്റെ അതിരുകളെ കുറെ കൂടി വലുതാക്കി മാറ്റുന്നു. നമ്മുടെ ഇടുക്കങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ തുറസ്സിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നതാണ് വാസ്തവത്തിൽ വായനയുടെ, കലയുടെ വലിയ സാധ്യത. കല നൽകുന്ന വിമോചനം അതാണ്. വിമോചനത്തിന് വേണ്ട പ്രത്യക്ഷ മുദ്രാവാക്യങ്ങൾ കലകൾ, കവിതകൾ, പാട്ടുകളൊക്കെ ആവർത്തിക്കുന്നുണ്ട്. അതൊന്നും തെറ്റായ കാര്യമല്ല. ചരിത്രത്തിന്റെ നിർണായകമായ സമര സന്ദർഭങ്ങളിൽ സ്വാതന്ത്ര്യ ഗീതികളായി അല്ലെങ്കിൽ സമരഗാനങ്ങളായി ഒക്കെ പലതരത്തിലുള്ള എഴുത്തുകൾ വരും. ലോകത്തെ മഹത്തായ ധാരാളം കൃതികൾ അങ്ങനെ ഉണ്ടായതാണ്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം അത്തരം പല കൃതികൾക്ക് ജന്മം നൽകി. ലോകത്ത് മഹാവിപ്ലവങ്ങൾക്ക് പ്രചോദനമായ എഴുത്തുകളുണ്ടായി. അതെല്ലാം കലയുടെ വിമോചകമായ നിർവഹണങ്ങൾ തന്നെയാണ്. എങ്കിലും അതിനപ്പുറവും കല നമുക്കൊരു വിമോചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ വിമോചനം സാമൂഹികമായി പ്രത്യക്ഷ തലത്തിലല്ല, ആന്തരികമായ പരോക്ഷ തലത്തിലാണ്. ഈ ആന്തരികമായ പരോക്ഷ തലം എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇടുക്കങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ കൊണ്ടോ, പാഠപുസ്തകങ്ങൾ കൊണ്ടോ, ജീവിത പരിസരങ്ങൾ കൊണ്ടോ, മതപാഠങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പരിശീലനങ്ങൾ കൊണ്ടോ അറിഞ്ഞും അറിയാതെയും നാം സ്വാംശീകരിച്ചു വച്ചിട്ടുള്ള ജീവിത ബോധ്യങ്ങളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്നു. ആ നിലയിൽ നമ്മെ നമ്മിൽ നിന്ന് മോചിപ്പിക്കുന്ന,
നമുക്കപ്പുറമുള്ള മനുഷ്യ സമൂഹവുമായി നമ്മെ കൂട്ടിയിണക്കുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു ഘടകമാണ് കല. കല എന്തുകൊണ്ട് മനുഷ്യന് ആവശ്യമായിരിക്കുന്നു? നേരം പോകാൻ പാട്ട് കേൾക്കണം എന്നല്ല, നേരം പോകാൻ കവിത വായിക്കണം, നോവൽ വായിക്കണം, കഥ വായിക്കണം എന്നല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ അവസാനിക്കുന്നതല്ല കലയുടെ ദൗത്യം, അവിടെ അവസാനിക്കുന്നതല്ല കവിതയും നോവലും നാടകവും ഒക്കെ. അത് ഒരുപക്ഷെ ഏറ്റവും പ്രയാസകരമായ ഒരു വിമോചനത്തിൻ്റെ വഴിയാണ്. ഏറ്റവും പ്രയാസകരമായ വിമോചനം എന്ന് ഞാൻ പറയുന്നത് ഒരാൾക്ക് അയാളിൽ നിന്ന് തന്നെ പുറത്തു കടക്കാൻ കഴിയുക എന്നതാണ്. ഞാൻ എന്ന ബോധ്യത്തിൽ നിന്ന്, എൻ്റെ വിശ്വാസങ്ങളിൽ നിന്ന്, എന്നെക്കുറിച്ചുള്ള മതിപ്പിൽ നിന്ന്, എൻ്റെ ജീവിത വീക്ഷണത്തിൽ നിന്ന് എനിക്ക് എത്ര പുറത്തു കടക്കാൻ കഴിയും? ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എത്രത്തോളം അപരോന്മുഖമാകാൻ കഴിയും? ഞാനല്ലാത്തതിനെ എത്രത്തോളം എനിക്ക് സ്വാംശീകരിക്കാൻ കഴിയും? നാരായണഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഒരിക്കൽ വാഗ്ഭടാനന്ദൻ അദ്ദേഹവുമായി ഇക്കാര്യത്തെ ചൊല്ലി സംസാരിക്കുകയും, അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിഗ്രഹപ്രതിഷ്ഠ എന്നത് ശരിയായ കാര്യമല്ല, അതിനോട് താൻ യോജിക്കുന്നില്ല എന്ന് വാഗ്ഭടാനന്ദൻ ഗുരുവിനോട് പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല എന്ന് വാഗ്ഭടാനന്ദൻ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു മറുപടിയായിട്ട് പറഞ്ഞത് നാമും യോജിക്കുന്നില്ല എന്നാണ്. ഗുരുവാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്, താൻ നടത്തുന്ന വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല എന്നാണ് വാഗ്ഭടാനന്ദൻ ഗുരുവിനോട് പറഞ്ഞത്. അക്കാര്യത്തിൽ ഞാനും യോജിക്കുന്നില്ല എന്നാണ് ഗുരു വാഗ്ഭടാനന്ദനോട് പറഞ്ഞത്. അപ്പോൾ വാഗ്ഭടാനന്ദൻ ഒരു ചോദ്യം ഗുരുവിനോട് ചോദിച്ചു, പിന്നെ എന്തിനിത് ചെയ്യുന്നു? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി പ്രധാനപ്പെട്ട മറുപടിയാണ്, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അത് അവർക്ക് വേണ്ടിയല്ലേ. നമുക്ക് വേണ്ടിയല്ല. എൻ്റെ ബോധ്യങ്ങളിൽ ഈ വിഗ്രഹത്തിന് ദൈവവുമായി അത്ര പ്രസക്തിയൊന്നുമില്ല. പക്ഷെ ഇത് ദൈവമാണെന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്, അവരെ കൂടി കാണുന്നു, അത്രയേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുകളയാൻ ഏറ്റവും പ്രയാസം എന്താന്ന് ചോദിച്ചാൽ പദവിയോ പണമോ പ്രതാപമോ സാമൂഹ്യ അന്തസ്സോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ പ്രധാനം അവരവരെ വിട്ടുകളയാനാണ്. എന്നെ ഞാൻ വിട്ടുകളയാന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ ഉപേക്ഷയുടെ പരമാവധിയാണ് ഞാൻ എന്നിൽ നിന്ന് ലോകത്തിലേക്ക് എന്നെ പകരുന്നു എന്നത്. ഇത്തരം ഒരു പകർച്ച എല്ലാവർക്കും സാധ്യമാവണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് അത്തരമൊരു പകർച്ചയുടെ സാധ്യത തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് കടന്നു നിൽക്കാൻ താത്വികമായല്ല, കേവല ആശയങ്ങൾ എന്ന നിലയ്ക്കല്ല, സങ്കല്പനപരമായല്ല, മറിച്ച് അനുഭവ തലത്തിൽ താനല്ലാത്തതിലേക്ക്, തൻ്റേതല്ലാത്ത ഒരു ജീവിതം താനെങ്ങനെ ജീവിക്കും, എൻ്റേതല്ലാത്തൊരു ജീവിതം ഞാനെങ്ങനെ ജീവിക്കും എന്നതിനുള്ള ഒരു ഉത്തരമാണ് വാസ്തവത്തിൽ ഒരു നോവൽ എന്ന് പറയുന്നത്. അന്നകരിണീനെ വായിച്ച് നിങ്ങൾ രസിക്കുന്ന സമയത്ത് അന്ന വ്യഭിചാരിണിയായ ഒരു സ്ത്രീയാണല്ലോ എന്നോർക്കില്ല. കരുണ വായിക്കുന്ന സമയത്ത് അത് കരുണയിലെ നായിക വാസവദത്ത വേശ്യാവൃത്തിയിലാണല്ലോ എന്ന് ഓർക്കില്ല. ബഷീറിന്റെ ശബ്ദങ്ങളിൽ നായികയായി വരുന്നത്, കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഒരു യുദ്ധത്തിൽ പരിക്കേറ്റുപോയ ഒരു പട്ടാളക്കാരനും അയാൾ ചെന്ന് ചേരുന്ന ഒരു വ്യഭിചാരിണിയായ സ്ത്രീയുമാണ്. ആ അമ്മ കുഞ്ഞിനെ ഒരരികത്തേക്ക് മാറ്റിക്കിടത്തി ഈ പട്ടാളക്കാരനുമായുള്ള രതിവേഴ്ചയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ഉറുമ്പിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ആ കുഞ്ഞിനെ കടിക്കാൻ ഒരുങ്ങുന്നത് കാണുന്നുണ്ട്. ഇതുകൂടിയാണ് ഒരമ്മ എന്ന് ഒരുപക്ഷെ മലയാളിയോട് പറഞ്ഞു എന്നുള്ളതാണ് ശബ്ദങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അമ്മ എന്നതിന് നാം വാത്സല്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, സഹനം കൊണ്ട്, അങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ട് ധാരാളമായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ പട്ടിണി കിടക്കുന്ന, കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന, ആ കുഞ്ഞിനെ ഉറുമ്പ് കടിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ രതിവീഴ്ചയിൽ ഏർപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോ വേശ്യ എന്നതൊരു മാദകത്തിടമ്പും അമ്മ എന്നത് വാത്സല്യ രൂപവുമാണ് എന്ന നമ്മുടെ പരമ്പരാഗതമായ യുക്തി ധാരണ പൊളിയുകയും അമ്മ ഒരു വേശ്യയുമാകാം, വേശ്യ ഒരമ്മയുമാകാം എന്ന് വരികയും ചെയ്യും. കോവിലിനൊരു നോവലിൽ പറയുന്നുണ്ട്, പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നും എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ഇടുക്കങ്ങളിൽ നിന്ന്, നാം ജീവിതത്തെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബോധ്യങ്ങളിൽ നിന്ന്, അതേക്കുറിച്ചുള്ള അതിവാദങ്ങളിൽ നിന്ന്
താനാണ് ശരി എന്ന അന്തിമമായ തീർപ്പുകളിൽ നിന്നൊക്കെ നമ്മെ തുറസ്സിലേക്ക്, ഉദാരതയിലേക്ക്, ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക്, വൈവിധ്യങ്ങളുടെ സ്വാംശീകരണത്തിലേക്ക് ഒക്കെ നമ്മെ കൊണ്ടുപോകുമെന്നതാണ് വാസ്തവത്തിൽ കലയുടെ, സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം. ആ വാഗ്ദാനം ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് കലയില്ലാതായി പോകുമ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെടും എന്ന് വെച്ചാൽ ജീവിതത്തെക്കുറിച്ചുള്ള സൂക്ഷ്മബോധം നഷ്ടപ്പെടുകയും കറുപ്പും വെളുപ്പുമായിട്ട് കൃത്യമായി കള്ളി തിരിച്ചു വെച്ചിട്ടുള്ള എന്തോ ഒന്നാണ് ജീവിതം, ശരിതെറ്റുകൾ എന്ന വളരെ ഇടുങ്ങിയ ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്യും. നിശ്ചയമായും കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കളങ്ങൾ ലോകത്തിലുണ്ട്, ജീവിതത്തിലുമുണ്ട്. പക്ഷെ അതിനിടയിൽ ഇരുനിറത്തിലുള്ള അതിവിസ്തൃതമായ ഒരു വിശാല ഭൂപടം ജീവിതം ബാക്കി നിർത്തിയിട്ടുണ്ട്. മിക്കവാറും ജീവിതം അരങ്ങേറുന്നത് ഈ ഇടനിലയിലാണ്. ഈ ഇടനിലയെ കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ കല ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് കലയുടെ വലിയ ദൗത്യം എന്ന് പറയുന്നത്, ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് അതിനെ ബന്ധിപ്പിച്ച് പറയാം, ജീവിതത്തിൻ്റെ ഈ ബഹുത്വത്തെ, ജീവിതത്തിൻ്റെ ഈ സങ്കീർണതയെ, യാഥാർത്ഥ്യത്തിനകത്ത് നിർഭരമായി കിടക്കുന്ന ഈ പിളർപ്പുകളെ, വിച്ഛേദങ്ങളെ, ഒരുപക്ഷെ വെളിച്ചത്തിനുള്ളിലെ ഇരുട്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരിക എന്നതാണ്. അതുകൊണ്ട് സാഹിത്യം ഒരു ജനതയുടെ ജീവിത ബോധ്യങ്ങളിൽ ഏത് തരത്തിലുള്ള സ്വാധീനം ഉളവാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഇങ്ങനെ ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇതര രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമരാഹ്വാനങ്ങളായി, സ്വാതന്ത്ര്യ ഗീതികളായി, നവോത്ഥാന ആശയങ്ങളായി ഒക്കെ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിലും ആഴത്തിൽ ഓരോ വ്യക്തിയുടെയും ആന്തരിക ലോകത്തെ കൂടുതൽ സൂക്ഷ്മവും സങ്കീർണവുമാക്കി മാറ്റുക വഴി അത് വളരെ ജനാധിപത്യപരമായ ഒരു ദൗത്യം നിറവേറ്റുന്നുണ്ട്. ജനാധിപത്യപരമായ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് കേവലമായ ഒരു ഏകയുക്തിയിൽ നിന്ന് വൈവിധ്യങ്ങളിലേക്കും വ്യത്യസ്തതകളിലേക്കും ഉന്മുഖമാകാനുള്ള നമ്മുടെ സന്നദ്ധതയാണ്. എന്താണ് ജനാധിപത്യം എന്നതിൻ്റെ ഉത്തരമായി അംബേദ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരാശയം വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്നാണ്. നാം ജനാധിപത്യത്തെക്കുറിച്ച് കേൾക്കുന്ന പതിവ് നിർവചനങ്ങളൊന്നും ഇങ്ങനെയല്ല. ജനാധിപത്യം ഭൂരിപക്ഷഹിതമാണ് എന്ന് നമുക്കറിയാം. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ വിശ്രുതമായ ആശയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്. വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ്. അതായത് ഒരു സമൂഹത്തിന്, ആ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം പേരും ഒരു യുക്തി പിന്തുടരുമ്പോഴും അതിൽ നിന്ന് ഭിന്നമായ ഒരു യുക്തിയെ എത്രത്തോളം നിലനിർത്താൻ, സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ, കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നതിലാണ് ജനാധിപത്യത്തിൻ്റെ വേര് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന യുക്തിയെ ഉപേക്ഷിച്ച് ജനാധിപത്യം എന്നത് ഭൂരിപക്ഷ ഹിതമാണ് എന്ന വളരെ അപകടകരമായ, തീർത്തും തെറ്റായ ഒരു ആശയത്തെയാണ് നാം പലപ്പോഴും ജനാധിപത്യമായി മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷ ഹിതപരിശോധന ജനാധിപത്യത്തിൽ നടക്കാറുണ്ട്. അത് ജനാധിപത്യപരമായ ഭരണനിർവഹണത്തിനൊരു സംവിധാനം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രായോഗിക കാര്യപരിപാടിയാണ്. ഒരു ഗവൺമെന്റ് വേണം. ആ ഗവൺമെന്റ് എങ്ങനെ തിരഞ്ഞെടുക്കും? അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ളൊരു വഴിയാണ് ഭൂരിപക്ഷം പേർ പിന്തുണയ്ക്കുന്നതാരോ അവരാണ് ഭരിക്കേണ്ടത് എന്ന യുക്തി. അതല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് ശരി, ഒരേ ഒരു ശരി, അത് മാത്രമേ നിലനിൽക്കേണ്ടതുള്ളൂ എന്ന് നാം ഈ ജനാധിപത്യം എന്ന സങ്കല്പത്തെ മാറ്റിയാൽ, എപ്പോൾ മാറ്റാൻ തുടങ്ങുന്നോ അപ്പം ജനാധിപത്യത്തിൻ്റെ മറവിൽ വേര് പിടിക്കുന്നത് ഫാഷിസമാണ്. വാസ്തവത്തിൽ ജനാധിപത്യത്തിനുള്ളിൽ ഫാഷിസത്തിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. പണ്ട് വിജയമാഷ് പറയുന്നൊരു വാക്യമുണ്ട്, ജനാധിപത്യത്തിനുള്ളിൽ ഫാഷിസത്തിനൊരു മുറിയുണ്ട്. ഫാസിസത്തിനൊരു മുറിയുണ്ട്. ആ മുറി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തെ കേവല ഭൂരിപക്ഷമായി ചുരുക്കി കാണലാണ്. 100-ൽ 99 പേർ ഒരഭിപ്രായം വച്ചു പുലർത്തുന്നു, ഒരാൾ വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നു, അയാളെ പുറന്തള്ളുകയോ ഇല്ലാതാക്കുകയോ കൊന്നൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പേര് സംശയരഹിതമായും ഫാസിസം എന്നാണ്.
മറിച്ച് ആ ഒരാൾക്ക് വ്യത്യസ്തമായി നിലനിൽക്കാൻ എത്രത്തോളം അവകാശവും അവസരവും ഉണ്ട് എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന യുക്തി. നോക്കൂ, വ്യത്യസ്തതകൾ എന്നത് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. പ്രകൃതിയിൽ സദൃശ്യമായി യാതൊന്നുമില്ല. പ്രകൃതിയിൽ സാദൃശ്യം എന്ന് പറയുന്നത് ഔപചാരികമാണ്, സൂക്ഷ്മമല്ല. നിങ്ങൾ ഒരു മരത്തിൽ 100 ഇലയുണ്ട് എന്ന് സങ്കല്പിച്ചാൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരില പോലും മറ്റൊന്നിന്റെ അതേപടിയുള്ള ആവർത്തനമല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളുടെ ശബ്ദവും മറ്റൊരാളുടെ ശബ്ദത്തിന്റെ തനിപ്പകർപ്പല്ല, മിമിക്രിയിലല്ലാതെ. ലോകത്ത് ഇത്ര മനുഷ്യരുണ്ടോ അത്രയും തരം ശബ്ദഭേദങ്ങളുണ്ട്. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും തരം രൂപവ്യത്യാസങ്ങളുണ്ട്. ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളുണ്ട്. പ്രകൃതിയുടെ അടിസ്ഥാന പ്രകൃതം വ്യത്യസ്തതയാണ്, ഡിഫറൻസാണ്. ഈ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ കഴിയുമോ? ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ചോദ്യം. സാദൃശ്യം എന്നത് മെക്കാനിക്കൽ റീപ്രൊഡക്ഷനാണ്. ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന എല്ലാ നട്ടും ബോൾട്ടും ഒരേ പ്രകാരത്തിലായിരിക്കും. ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഒരേ ആകൃതിയിലും ഒരേ വലിപ്പത്തിലും ഒരേ രൂപത്തിലുമായിരിക്കും. അത് യാന്ത്രിക പുനരുൽപാദനമാണ്. പ്രകൃതിയുടെ സഹജ സ്വഭാവം വ്യത്യാസമാണ്, സാദൃശ്യമല്ല. ആ വ്യത്യാസത്തിനുള്ളിൽ നാം പുലർത്തുന്ന ഏകതാബോധത്തെയാണ് ഐക്യം എന്ന് വിളിക്കുന്നത്. ഐക്യം എന്നത് ഫോർമൽ സിമിലാരിറ്റി അല്ല, രൂപപരമായ സാദൃശ്യമല്ല, യാന്ത്രികമായ സമാനതയല്ല. ഐക്യം എന്നത് വ്യത്യസ്തതകൾക്കുള്ളിൽ ആ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാൻ ഒരു ജനവിഭാഗം, ഒരു കൂട്ടം, ഒരു സമൂഹം കൈക്കൊള്ളുന്ന ഇച്ഛാപൂർണമായ തീരുമാനമാണ് ഐക്യം എന്നത്. ഐക്യം സ്വാഭാവികമല്ല, ഐക്യം ബോധപൂർവമാണ്. ഐക്യം ബോധപൂർവമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തമ്മിൽ തമ്മിൽ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഏകതാബോധത്തിലേക്ക് ഇച്ഛാപൂർണത എത്തിച്ചേരുന്നതിന്റെ ഫലമാണ് യൂണിറ്റി എന്നത്. അത് മെക്കാനിക്കൽ സിമിലാരിറ്റി അല്ല. മെക്കാനിക്കൽ സിമിലാരിറ്റി എന്ന് പറയുന്നതിൽ ഇച്ഛയില്ല, അതിൽ പങ്കെടുക്കുന്നവരുടെ ആത്മബോധമില്ല, അവരുടെ താല്പര്യമില്ല. ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന നട്ടും ബോൾട്ടുമോ മറ്റേതെങ്കിലും ഘടക സാമഗ്രികളോ ഒരുപോലെ ഇരിക്കുന്നത് ആ സാമഗ്രികളുടെ ഇച്ഛ, ബോധം, താല്പര്യം അതിൽ പ്രവർത്തിച്ചിട്ടല്ല, മറിച്ച് യാന്ത്രികമായി നിർമ്മിക്കപ്പെടുമ്പോഴാണ്. സമൂഹം, പ്രകൃതി എന്നത് അങ്ങനെയല്ല. മറിച്ച് ഫാസിസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനും ഒരേ പ്രകൃതിയാണ് എന്ന് വരുത്തലാണ്. വ്യത്യസ്തതകൾ ശത്രുതയാണ് എന്ന് സ്ഥാപിച്ചെടുക്കലാണ്. വ്യത്യസ്തതകളോടെല്ലാം വ്യത്യസ്തതകളെല്ലാം ശത്രുതയാണ് എന്ന് കരുതുകയും വ്യത്യസ്തതകളെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഫാഷിസത്തിന്റെ ഒരടിസ്ഥാന യുക്തി. അതുകൊണ്ട് ഒരേ വടിവ്, ഒരേ ചുവട്, ഒരേ മുദ്രാവാക്യം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു രാജ്യം എന്നിങ്ങനെ ഒന്നിന്റെ യുക്തികൾ കൊണ്ട് സമൂഹത്തെ ആകെ കെട്ടിപ്പടുക്കാനും വ്യത്യാസങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിതമായ ഒരു സാംസ്കാരിക കാര്യ പരിപാടി ഫാഷിസ്റ്റുകൾ എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. ഫാഷിസത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ പലപ്പോഴും ഈ മുകളിൽ നിന്ന് കൃത്രിമമായി അടിച്ചേൽപ്പിക്കുന്ന ഏകതാ സങ്കല്പമാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഇതിനെതിരെ വൈവിധ്യങ്ങളുടെ ബഹുത്വത്തിന്റെ ഒരു പൂർണ്ണ പ്രകാശനമാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്, വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം, അല്ലാതെ കേവല ഭൂരിപക്ഷം എന്ന യാന്ത്രികമായ കണക്കെടുപ്പല്ല. ഈ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതിയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും സ്വാഭാവികമായ ഒരു തലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചെടിയും ഓരോ തരത്തിലാണ്, ഓരോ ഇലയും ഓരോ തരത്തിലാണ്, ഓരോ പൂവും ഓരോ കായും ഓരോ തരത്തിലാണ്, ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ്, ഒരേ തരത്തിലല്ല. ഈ പലതരത്തിലായിരിക്കുകയും അതിൽ നിന്ന് ജീവിതത്തിന്റെ ഒരു ഏകതയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് എത്തുകയും ചെയ്യുക. വൈലോപ്പിള്ളി കവിതയിൽ പറയുന്നുണ്ട്, ഒറ്റയൊറ്റയായി കാണുന്ന ആകുലതകളെ അതിനപ്പുറം കടന്ന്
ഏകജീവിതാനശ്വര ഗാനം എന്ന് കാണുന്നിടത്താണ് വാസ്തവത്തിൽ മനുഷ്യ സാഹോദര്യം നിലനിൽക്കുന്നത്. ഒറ്റയൊറ്റയായി കാണും ആകുലവിന്ദകളെ പാടുന്ന വീണ ഏകജീവിതാനശ്വര ഗാനത്തിലേക്ക് എത്തിച്ചേരും എന്ന് കന്നിക്കൊഴുത്തിലെ വൈലോപ്പിള്ളി പറയുന്നുണ്ട്. ഈ ഏകജീവിതാനശ്വര ഗാനം എന്നത് ഈ ഒറ്റയൊറ്റയായ ദുഃഖങ്ങളെയും അതിൻ്റെ പിന്നിലെ വ്യത്യസ്തതകളെയും ഇല്ലാതാക്കിക്കൊണ്ടല്ല, അതിന് മുകളിൽ നാം കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. ഇത് ജീവിതത്തിന്റെ അടിസ്ഥാന പ്രകൃതവുമാണ്. അപ്പൊ നമ്മൾ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് നമ്മൾ ഓരോരുത്തരും ആരാണ്? സത്താപരമായ കേവലമായ ഒരു ഏകത നമുക്കാർക്കുമില്ല. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ്, ഞാൻ ഇവിടേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു യാത്രക്കാരനാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകനാണ്, വീട്ടിൽ അച്ഛനോ മകനോ സഹോദരനോ ഭർത്താവോ ഒക്കെയാണ്, റോട്ടിൽ സാധാരണ ഒരു മനുഷ്യനാണ്. ഈ പല ബന്ധങ്ങൾ ചേർന്നിട്ടാണ് ഞാനായിത്തീരുന്നത്. അല്ലാതെ മുൻകൂറായ ഒരു ഞാൻ ഇങ്ങനെ പലമാതിരി പണികൾ എടുക്കുകയല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉടനീളം ഒരാളല്ല. ഒരു വ്യക്തി പല പല പ്രകാരങ്ങളാണ്, പല പല ജീവിത സ്ഥാനങ്ങളാണ്. സമൂഹവുമായി താൻ പുലർത്തുന്ന നാനാതരം ബന്ധങ്ങളുടെ ആകത്തുകയിലാണ് ഏതു മനുഷ്യനും നിലവിൽ വരുന്നത്. മനുഷ്യൻ എന്നതിനെ കുറിച്ച് മാർക്സ് നൽകുന്ന മനോഹരമായ ഒരു വിശദീകരണം മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ്. മനുഷ്യൻ സമൂഹ ബന്ധങ്ങളുടെ സമുച്ചയമാണ്, സമൂഹ ബന്ധങ്ങളുടെ ഒരു സംയോജിത സ്ഥാനമാണ്. നാനാതരം ബന്ധങ്ങൾ, ഈ ലോകവുമായി ഞാൻ പുലർത്തുന്ന എണ്ണമറ്റ ബന്ധങ്ങൾ, അതാകെ ചേരുമ്പോൾ ഞാനായിത്തീരുന്നു. ഞാനിത് മറ്റൊരു രൂപത്തിൽ കൂടി പറയാം. ഇപ്പം എൻ്റെ പേര് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എൻ്റെ പേരല്ല, എന്നെ വിളിക്കുന്ന പേരാണ്. വിളിക്കാൻ ഒരാളില്ലെങ്കിൽ എത്ര നല്ല പേരുകൊണ്ടും കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മനോഹരമായൊരു പേരുണ്ടാവുകയും ഭൂമിയിൽ നിങ്ങൾ ഒരാൾ ബാക്കി ഉണ്ടാവുകയും ചെയ്താൽ 1 2 തവണ അവനവനെ വിളിച്ച് ആനന്ദിക്കാമെന്നല്ലാതെ അതിൽ കഴിഞ്ഞ ആ പേര് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടുള്ളതല്ല, ഉണ്ടാവുന്നതാണ് പേര്. വിളിച്ചുണ്ടായതാണ് പേര്. കണ്ട് വലുതായതാണ് കടൽ എന്ന് കവി പറയുന്നത് പോലെ വിളിച്ചുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ വിളിക്കുന്നവരെല്ലാം ചേർന്നിട്ടാണ് നിങ്ങൾക്ക് പേര് നൽകുന്നത്. നിങ്ങളുടെ പേര് മുൻകൂറായി അവരിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. ഈ ബന്ധം ഇത് നമ്മുടെ ചരിത്രത്തിൽ ഉടനീളമുണ്ട്. ഒരു നാടിനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് നാടും എത്രയെല്ലാം തരം പാരമ്പര്യങ്ങൾ കൂടിക്കലർന്ന് ജീവിത പ്രവാഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടായതാണ് എന്ന് കാണാൻ പറ്റും. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അത് മുഴുവൻ വിസ്തരിച്ച് പറയാനായിട്ട് സമയമില്ല. ഇനിയും ഇവിടെ കവിത അവതരണം തിരുപ്പുഴ നടക്കാനുണ്ട്, മറ്റു പലതും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ദീർഘമായൊരു പ്രതിപാദനത്തിന് മുതിരുന്നില്ല. ഒരാശയം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ദീർഘമായ ചരിത്രത്തിലേക്ക് നോക്കിയാൽ എത്രയെല്ലാം ധാരകൾ ഒഴുകിച്ചേർന്നിട്ടാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം വികസിച്ചു വന്നത് എന്ന് കാണാൻ പറ്റും. ഇന്ത്യ ചരിത്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാഗരികതയുടെ അടിസ്ഥാനമായി നാം കരുതുന്ന ഇൻഡസ് വാലി തന്നെ രൂപപ്പെട്ടത് സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് മധ്യേഷ്യയ്ക്ക് അപ്പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് ക്രിസ്തുവിനും 6000 കൊല്ലം മുമ്പോ മറ്റോ കുടിയേറി തുടങ്ങിയ കാർഷിക സമൂഹമാണ് പിൽക്കാലത്ത് ഇൻഡസ് വാലി കെട്ടിപ്പടുത്തത്. അതിനുശേഷം എത്രയെല്ലാം കുടിയേറ്റങ്ങൾ നടന്നു. വാസ്തവത്തിൽ ലോക ജനതയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കുടിയേറ്റമാണ് എന്ന് പറയാം. കുടിയേറ്റങ്ങളുടെ ചരിത്രമാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രം. ആഫ്രിക്കയിൽ നിന്ന് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻ എന്ന് വിളിക്കുന്ന ആദിമമായ മനുഷ്യവംശത്തിന്റെ ആദ്യ രൂപങ്ങളിൽപ്പെട്ട ചിലർ യാത്ര പുറപ്പെടുകയും അവർ ലോകത്തിന്റെ പല കോണുകളിൽ എത്തിച്ചേരുകയും ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന തിസീസ് വഴി ഇന്ന് ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പാർക്കുന്ന നാനാതരം നരവംശ വിഭാഗങ്ങളായി അവർ മാറിത്തീരുകയും ചെയ്തു. ആസ്ട്രോയിഡുകൾ, മംഗളോയിഡുകൾ, നീഗ്രോയിഡുകൾ, പ്രോട്ടോ ആസ്ട്രോയിഡുകൾ, അവ തമ്മിലുള്ള കലർപ്പുകൾ, ഇതൊക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വന്നതാണ്. അതിൽ ചിലർ ഇവിടെ വന്നു, അവർക്ക് ഇൻഡസ് വാലിക്ക് പിന്നാലെ ആര്യന്മാർ വന്നു. ആര്യന്മാര് ഇന്ത്യയിൽ വന്ന് ഉത്തര ഭാരതത്തിൽ ഗംഗാതടത്തിലൊക്കെ അവരുടേതായ പുതിയൊരു ജീവിതക്രമം കെട്ടിപ്പടുത്തു, പഴയതിനെ തള്ളി മാറ്റിക്കൊണ്ട്. അങ്ങനെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണപാഠങ്ങളും ഒക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ബുദ്ധമതം ഉണ്ടായി. അതിന് പിന്നാലെ ബുദ്ധമതം ക്ഷീണിതമായ സമയത്ത്
വേറെ ഒരുപാട് സംഘങ്ങൾ, ശാകന്മാര്, കുശാനന്മാര്, ഇൻഡോ പാർഥിയന്മാര്, ബാക്ട്രിയൻ ഗ്രീസുകാര് എന്നിങ്ങനെ എണ്ണിപ്പറയാവുന്ന തുർക്കികള്, മുഗളന്മാര് ഇവരൊക്കെ വരുന്നു. ഇവരൊക്കെ നമ്മുടെ നാഗരികതയിലേക്ക് ചെറുതും വലുതുമായ പലതും കൊണ്ടുവരികയും അവയൊക്കെ കൂടിക്കലർന്ന് നമ്മുടെ ജീവിതമായി മാറുകയും ചെയ്യുന്നു. അതല്ലാതെ ലോകത്തേതെങ്കിലും ഒരു ജനസമൂഹം അവരുടെ മാത്രം പാരമ്പര്യത്തിൽ, അവരുടെ മാത്രം ബലത്തിൽ ജീവിച്ചിട്ടില്ല, ജീവിക്കുകയുമില്ല. ഞാൻ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ എല്ലാം കയ്യിൽ വാച്ചുണ്ട്. ഈ വാച്ചിൽ നമ്മൾ സമയം അളക്കുന്നത് 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം എന്നിങ്ങനെയുള്ള കാലഗണനാ രീതി വെച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടോന്നറിയില്ല, എവിടെ നിന്നാണ് ഈ 60 എന്ന സംഖ്യ വന്നത്? നമ്മുടെ ഗണന സമ്പ്രദായത്തിൽ, നമ്മുടെ സംഖ്യാ സമ്പ്രദായത്തിൽ 60 ഒരു ബേസിക് യൂണിറ്റ് അല്ല, ഒരു അടിസ്ഥാന സംഖ്യയല്ല. 10, 100, 1000 എന്നിങ്ങനെ പെരുകി പോകുന്നതാണ് നമ്മുടെ സംഖ്യാ സമ്പ്രദായം. അതിനിടയിൽ ഈ 60ൻ്റെയും 24ൻ്റെയും ഒക്കെ കാലഗണനാ യുക്തി എവിടെ നിന്നാണ് വന്നത്? പുതുവർഷാരംഭത്തിന് മുമ്പ് അഥവാ ക്രിസ്തുവിന് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുൻപേ പ്രാചീന സുമേറിയക്കാര് രൂപപ്പെടുത്തിയ സംഖ്യാസമ്പ്രദായത്തിലെ, എണ്ണൽ സമ്പ്രദായത്തിലെ അടിസ്ഥാന സംഖ്യകളിലൊന്നാണ് 60. ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിലുള്ള ഭൂമിയിൽ താരതമ്യേന ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയിൽ ഏറ്റവും ആദ്യം രൂപപ്പെട്ട നാഗരികതകളിലൊന്നാണ് സുമേറിയൻ നാഗരികത. അത് പുതുവർഷാരംഭത്തിന് 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവിടെ ഉണ്ടായിരുന്ന ഗണന സമ്പ്രദായത്തിലെ, സംഖ്യാസമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്നാണ് 60 എന്നത്. അതുകൊണ്ട് സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റായി എന്ന് പറയുന്ന സമയത്ത് നാം 6500 കൊല്ലം മുമ്പ് പ്രാചീനമായ ഒരു ജനസമൂഹം രൂപപ്പെടുത്തിയ സംഖ്യാബോധത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഏതിലും കളമെഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന രസമുള്ള ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കളമെഴുത്തിലെ രേഖാ സമ്പ്രദായം പ്രാചീന പേർഷ്യക്കാരുടെ ഭൂഭാഗ ചിത്രണ രീതിയിൽ നിന്ന് വികസിച്ചു വന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ ധൂളി ചിത്രം വരയ്ക്കുന്ന സമയത്ത്, കളമെഴുതാൻ വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുന്ന സമയത്ത് അതിൽ വരകൾ വിന്യസിക്കുന്ന രീതി പ്രാചീന പേർഷ്യക്കാരുടെ രചനാരീതിയുടെ ഇങ്ങേ തലപ്പാണ്. നമ്മളിവിടെ ഒരു തദ്ദേശീയ ദൈവത്തെ, കാളിയെ വരയ്ക്കുന്നു, ദാരികനെ വരയ്ക്കുന്നു, അതുപോലെ എന്തെങ്കിലും വരയ്ക്കുന്നു. പക്ഷെ വരയുടെ സമ്പ്രദായം 5000 കൊല്ലം മുമ്പ് പേർഷ്യക്കാരുണ്ടാക്കിയെടുത്ത ഒരു രചനാ സമ്പ്രദായത്തിന്റെ തുടർച്ചയാണ്. എല്ലാറ്റിലും ഈ പങ്കുവയ്പ്പുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എത്രയെങ്കിലും പറയാം, ഞാനത് മുതിരുന്നില്ല. കലയിലാകട്ടെ, ഭാഷയിലാകട്ടെ, ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ മലയാളം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭാഷകളിലെ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്? മലയാള ഭാഷയിലെ കുറേ പദങ്ങൾ, സംസ്കൃതത്തിലെ കുറേ പദങ്ങൾ, ഇംഗ്ലീഷ് ഭാഷയിലെ കുറേ പദങ്ങൾ, പോർച്ചുഗീസിലെയും ഡച്ചിലെയും ലത്തീൻ ഭാഷയിലെയും ഒക്കെ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മലയാളം പറയുന്നത്. ജനലെന്നും വാതിലെന്നും വരാന്തയെന്നും മേശയെന്നും കസേരയെന്നും ഒക്കെ പറയുന്ന സമയത്ത് നാം പോർച്ചുഗീസ് പദങ്ങൾ ഉപയോഗിക്കുന്നു. കാറെന്നും ബസ്സെന്നും പറയുന്ന സമയത്ത്, ലൈറ്റ് എന്ന് പറയുന്ന സമയത്ത്, സ്വിച്ച് എന്ന് പറയുന്ന സമയത്ത് നാം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു. പിതാവെന്നും മാതാവെന്നും സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുമ്പോൾ നാം സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ എത്രയെങ്കിലും ഭാഷയിലെ പദങ്ങൾ കൂട്ടി വിളക്കിയിട്ടാണ് നാം മലയാളം പറയുന്നത്. മലയാളം ഒരു ഭാഷയുടെ പേരല്ല, എത്രയോ ഭാഷകൾ കലർന്നുണ്ടായ ഒരു പങ്കുവയ്പ്പിന്റെ പേരാണ് മലയാളം. ഞാൻ ഒറ്റക്കൊരാളല്ല, എത്രയോ മനുഷ്യർ കൂടിക്കലർന്നുള്ള ഒരു ജീവിത സ്ഥാനമാണ് ഞാൻ. ഇങ്ങനെ ബഹുത്വം എന്ന് പറയുന്നത്, ബഹുസ്വരത എന്ന് പറയുന്നത് നാം ഇന്ന് കരുതുന്നത് പോലെ വ്യത്യസ്തതകൾ ഇങ്ങനെ ഔപചാരികമായി കൃത്രിമമായി തമ്മിൽ കൂടിയണങ്ങി നിൽക്കുന്ന എന്തോ ഒരു ഏർപ്പാടാണ് ബഹുസ്വരത. അടിസ്ഥാനപരമായി ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ എന്ന വിഡിത്തല്ല. അങ്ങനെ നമ്മൾ കൃത്രിമമായി പുറമേ നിന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കേണ്ട ഒന്നല്ല ഒരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ ചരിത്രത്തിലോ നാം കാണുന്ന ബഹുത്വം. അതാ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. എന്നിൽ എന്തൊക്കെയുണ്ട്? മനുഷ്യവംശത്തിന്റെ ജനിതക ചരിത്രമുണ്ട്. അതുമുതൽ ഞാൻ ജീവിക്കുന്ന പ്രദേശം, ഞാൻ ജനിച്ച കാലം, മാതാപിതാക്കൾ, ജാതി, മതം, സമൂഹം, ഭാഷ, ആചാരങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഘടകങ്ങൾ കൂടിയിണങ്ങിയിട്ടാണ് ഞാനൊരാളായിട്ട് ഇവിടെ നിൽക്കുന്നത്.
അതെല്ലാം ഞാൻ തിരിച്ചറിയണമെന്നൊന്നുമില്ല, പക്ഷേ ഇവയെല്ലാം എന്നിലുണ്ട്. അതുകൊണ്ട് ഒരാളെന്ന് പറയുന്നത് ഒരാളല്ല, ഒരു ദേശം എന്ന് പറയുന്നത് ഒരു ദേശമല്ല, ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയല്ല, ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു സംസ്കാരമല്ല. പലതുകൾ ഇങ്ങനെ കലർന്ന് കലർന്ന് പിൽക്കാലത്ത് ഒന്നായി നാം അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് രൂപപ്പെട്ടത് പുറപ്പെട്ടത് ഒരിടത്തു നിന്നല്ല, അത് എത്തിച്ചേരാൻ പോകുന്നതും ഒരിടത്തല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുസ്വരതയുടെ ചിന്തകൻ കൂടിയായിരുന്ന കേസരിയ ബാലകൃഷ്ണപിള്ള പറയുന്ന മനോഹരമായ ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് പല കടവുകളിലും അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. ഒരൈതിഹ്യവും നിങ്ങളുടെ അല്ല. ബലരാമൻ ഹെർക്കുലീസിനെ പോലെ നദിയെ വഴിമാറ്റി ഒഴുക്കിയ ഒരു ബലരാമനുണ്ട്. കാൽമടമ്പിൽ അമ്പേറ്റ് മരിച്ച ശ്രീകൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പേറ്റ് മുറിവുകൊണ്ട് മരിച്ച അഖിലസ് ഉണ്ട്. ഉച്ചവരെ കല്ലുരുട്ടി മുകളിൽ കയറ്റി ഉച്ചയ്ക്ക് താഴേക്ക് ഉരുട്ടിക്കളയുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ ഗ്രീക്ക് പുരാണത്തിലുണ്ട്. മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരാശാരിയെ യവന കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടേതെന്ന് നാം കരുതുന്നതിലൊന്നും വാസ്തവത്തിൽ അങ്ങനെ നമ്മുടേതല്ല, പങ്കുവയ്പിൽ വന്നു കിട്ടിയതാണ് ഈ പങ്കുവയ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുസ്വരത എന്ന് പറയുന്നത് കൃത്രിമമായി നാം ആലോചിച്ചുണ്ടാക്കുന്ന ഒരു വൈവിധ്യബോധമല്ല, മറിച്ച് ഏകതയെ സാധ്യമാക്കുന്നത് തന്നെ ഈ ബഹുസ്വരതയാണ്. ഒരുപക്ഷെ ലോകത്തൊരു ബഹുസ്വര ജനസമൂഹം എന്ന നിലയിൽ ഏറ്റവും വൈവിധ്യപൂർണമായ പാരമ്പര്യം, ഭാഷ, സംസ്കാരം, ജീവിതക്രമങ്ങൾ, ഭക്ഷണ രീതികൾ, വസ്ത്രധാരണ രീതികൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഏറ്റവും വിപുലമായ ജനസമൂഹമാണ് ഇന്ത്യയിലുള്ളത്. കാരണം ലോകത്തെ എല്ലാ മതങ്ങളും ഇവിടെ പ്രവർത്തിച്ചു. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിഖ് മതം, പാഴ്സി മതം, ബഹായി മതം അടക്കം യഹൂദമതം ഒക്കെ ഇവിടെ ജീവിച്ചു. അവരൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പലതും അവശേഷിപ്പിച്ചു. പല കാലങ്ങളിൽ വന്നതും പോയതുമായി അതെല്ലാം കൂടിക്കലർന്നു. അതിൻ്റെ ആകത്തുകയിൽ നാം ഇപ്പൊ ജീവിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് 8 or 9 മതങ്ങൾ ഇതുപോലെ കൂടിക്കലർന്ന ചരിത്രം കാണാൻ പ്രയാസമാണ്. അങ്ങനെ വൈവിധ്യങ്ങളുടെ സ്വാഭാവികമായ ഒരു കലർപ്പ് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇപ്പൊ കേരളീയ വാസ്തുവിദ്യ എന്ന് നാം വിളിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ നാലുകെട്ടും പഠിപ്പുരയും എന്ന് നാം കരുതുന്നുണ്ട്. പഠിപ്പുര നമ്മെക്കാളൊക്കെ വളരെ മുമ്പ് ഉണ്ടാക്കിയത് ചൈനക്കാരാണ്. ചൈനീസ് വാസ്തുശില്പ രീതിയാണ് പഠിപ്പുര. അവിടെ പറഞ്ഞതാണ്. അവിടെ നിന്ന് കേരളത്തിലേക്ക് ഏതോ നിലയിൽ കടന്നു വന്നതാണ് ഈ പഠിപ്പുര എന്ന സങ്കല്പം. നായർ സ്ത്രീകൾ പണ്ട് മുടി കെട്ടിയിരുന്ന രീതി, കൊണ്ട കെട്ടുക എന്ന് പറയും, വട്ടക്കെട്ട്. ആ കൊണ്ടകെട്ട് സമ്പ്രദായം ചൈനീസ് കേശാലങ്കാര പദ്ധതിയാണ്. ഇന്ന് തിരുവാതിര കളിക്കുമ്പോൾ അങ്ങനെ മുടി കെട്ടിയിട്ട് കളിക്കും. അപ്പൊ തിരുവാതിരയിൽ ഒരു ചൈനീസ് കണക്ഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കളിക്കുന്നവരറിയണമെന്നില്ല, പക്ഷെ ഉണ്ട്. നാം വാച്ച് നോക്കുമ്പോൾ സുമേറിയൻ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നത് പോലെ നാം തിരുവാതിര കളിക്കുമ്പോൾ ഒരു ചൈനീസ് പാരമ്പര്യമുണ്ട്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ നിന്നെല്ലാം വന്നു ചേർന്ന വിഭവങ്ങൾ. നമ്മളിപ്പോൾ കുഴിമന്തി കഴിക്കുന്നു, പൊറോട്ട കഴിക്കുന്നു, എന്താ പറയുക, നമ്മൾ ബിരിയാണി കഴിക്കുന്നു. ഇപ്പം മലയാളിയുടെ ദേശീയ ഭക്ഷണം തന്നെ പൊറോട്ടയായി കഴിഞ്ഞു. മറ്റേത് ഭക്ഷണത്തെക്കാളും മലയാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് പൊറോട്ടയാണ്. അതുകൊണ്ട് എന്താണ് കേരളീയത, എന്താണ് മലയാളിത്തം എന്നൊക്കെ ചോദിച്ചാൽ ഏതെല്ലാമോ കാലങ്ങളിൽ എവിടെ നിന്നെല്ലാമോ വന്നു ചേർന്ന വിഭവങ്ങളും ജീവിത രീതികളും ഒക്കെ ചേർന്നുണ്ടായ ഒരു ഒത്തുകൂടലിന്റെ പേരാണ് കേരളീയത. അല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമായിട്ട് ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു കാര്യവും ഇല്ല. ഈ വിവേകത്തെയാണ് നാം വളരെ ലളിതമായി ബഹുസ്വരത എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അത്തരം ഒരു പങ്കുവയ്പ്പിന്റെ ചരിത്രത്തെ മറച്ചു പിടിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ ഫാസിസ്റ്റുകളുടെ ഒരു ഏകതാ സങ്കല്പത്തെ 5000 കൊല്ലമായി നിലനിൽക്കുന്ന ഭാരതീയ സംസ്കാരം എന്നെല്ലാമുള്ള എടുത്താൽ പൊങ്ങാത്ത വമ്പിച്ച നുണകളെ നമ്മുടെ പൊതുബോധത്തിൽ അടിച്ചേൽപ്പിക്കാനും ഫാഷിസ്റ്റുകൾക്ക് ഇന്ന് വലിയ തോതിൽ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചതിന് പിന്നാലെ അഴീക്കോട് മാഷ് തൃശ്ശൂർ ഒരു പ്രഭാഷണ പരമ്പര, 7 ദിവസത്തെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പേര് ഭാരതീയത എന്നായിരുന്നു. ആ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസം മാഷ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞത്, ഈ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ 5 മഹാചക്രവർത്തിമാരാണ് ഉണ്ടായത്. ആ മഹാചക്രവർത്തിമാരിൽ ആദ്യത്തെ ആള് ജൈന മതക്കാരനാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ.
പിന്നാലെ രണ്ടുപേർ ബൗദ്ധരാണ്. ഒന്ന് അശോകനും മറ്റൊന്ന് ഹർഷവർദ്ധനും. ഈ ബൗദ്ധ ചക്രവർത്തിമാരുടെ പേരൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു മനോഹാരിതയുണ്ട്. അശോകൻ എന്നാണ്, ശോകമില്ല. ഹർഷവർദ്ധനൻ, ആനന്ദം വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ. രണ്ടുപേര് ബൗദ്ധരാണ്. ഒരാള് ഹിന്ദുവാണ്, വിക്രമാദിത്യൻ, ഗുപ്ത രാജവംശത്തിലെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഒരാള് മുസൽമാനാണ്, അക്ബർ. രണ്ട് മാഷ് പറയാ. അതുകൊണ്ട് കണക്ക് പറഞ്ഞാൽ ഹിന്ദുക്കൾ 1/5 കണക്കേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പൊ 5/5 കണക്കും പറയുന്ന കാലാണ്. 5/1 കണക്കേ പറഞ്ഞുകൂടാ. 5 മഹാചക്രവർത്തിമാരിൽ 2 ബൗദ്ധൻ, 1 ജൈനൻ, 1 മുസൽമാൻ, 1 ഹിന്ദു എന്നതാണ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു വലിയ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ബഹുത്വം എന്ന് പറയുന്നത് നമ്മുടെ സഹജപ്രകൃതമാണ് എന്ന് അദ്ദേഹം ആ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇതുപോലെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ പറയാം. ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഈ വൈവിധ്യത്തെ ഇന്ത്യയുടെ അടിസ്ഥാനമാക്കി ഉറപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിൾ. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഒറ്റ ഭാഷ കൊണ്ടോ ഒറ്റ മതം കൊണ്ടോ ഒറ്റ സംസ്കാരം കൊണ്ടോ ആദിമധ്യാന്ത പൊരുത്തത്തോടെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ഏക സമൂഹമല്ല ഇന്ത്യ എന്നും, പല ഭാഷകൾ, പല ജീവിതക്രമങ്ങൾ, പല മതങ്ങൾ, പല പാരമ്പര്യങ്ങൾ, അവയെ മറികടക്കുന്ന ഒരു ബോധപൂർവമായ രാഷ്ട്രീയ ഇച്ഛ, അതിൻ്റെ മുകളിലുണ്ടാകുന്ന ഐക്യം, അതാണ് ഇന്ത്യ എന്നുമാണ് ഇതിൻ്റെ അർത്ഥം. അതല്ലാതെ ഏകമാനമായൊരു സംസ്കാരം 5000-ഓ 10000-ഓ കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു പാരമ്പര്യം ഒറ്റ വഴിക്ക് ഇങ്ങനെ വികസിച്ചു വന്ന് ദാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന മട്ടിലുള്ള ഹിന്ദുത്വത്തിൻ്റെയും ഫാഷിസ്റ്റുകളുടെയും ഒക്കെ യുക്തി നമ്മുടെ ചരിത്രവുമായി, നമ്മുടെ പാരമ്പര്യവുമായി, നമ്മുടെ ദേശീയതാ സങ്കല്പവുമായി, നമ്മുടെ രാഷ്ട്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അടിമുടി കൃത്രിമമാണ്. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഏകതയുടെ മറവറ്റ് വരുന്ന ഏകാധിപത്യത്തിൻ്റെ യുക്തിയാണ്. അതുകൊണ്ട് വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത്, അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ നാം നാമായി നിലനിൽക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ്. അതിലേക്കുള്ള വഴിയാണ്. നാം നാമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഞാൻ ധരിക്കുന്ന ഈ വസ്ത്രം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കിയതല്ല, ഏതെല്ലാമോ വസ്ത്ര രീതികൾ കൂടിക്കലർന്നതാണ്. ഇപ്പൊ കുർത്തയും അതുപോലെ തന്നെ കാൽമടമ്പോട് ചേർന്ന് കിടക്കുന്ന പൈജാമയും പോലുള്ള വസ്ത്രരൂപം ഇന്ന് ചുരിദാറായിട്ടും ഞാൻ ധരിക്കുന്ന ജുബ്ബയായിട്ടും ഒക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധരിക്കുന്ന വസ്ത്രരീതി അതാണ്. അത് ഇൻഡോ പാർത്തിയന്മാർ എന്ന് വിളിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറിയ സമയത്ത് അവരിലൂടെ ഇന്ത്യയിലെത്തിയ വസ്ത്രമാണ്, ഒട്ടുമേ ഭാരതീയല്ല. 2000 കൊല്ലങ്ങൾക്ക് അപ്പുറം ഇന്ത്യോ പാർത്തിയന്മാരുടെ കുടിയേറലിന്റെ സമയത്ത് അവർ കൊണ്ടുവന്ന വസ്ത്രധാരണ രീതിയാണ് ഞാൻ ഈ ധരിക്കുന്ന കുർത്ത, നിങ്ങൾ ധരിക്കുന്ന ചുരിദാർ. അതുകൊണ്ട് ഞാനൊരു കുർത്ത ധരിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഞാൻ ബഹുത്വത്തിൻ്റെ ഭാഷയിൽ വസ്ത്രമണിയുന്നു എന്ന് പറയാം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ സമയം നോക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ സ്വപ്നം കാണുമ്പോൾ, ഞാൻ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ പലതായി ജീവിക്കുന്നു. അങ്ങനെ പലതായുള്ള നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരതത്വമാണ്. ആ ആധാരതത്വത്തെ മറച്ചു പിടിച്ച് കൃത്രിമമായ ഏകതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച് ആ ഏകതയുടെ ഉടമാവകാശികൾ തങ്ങളാണ് എന്ന് വാദിച്ച് അതിൻ്റെ മുകളിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന പണിയാണ് ഫാഷിസ്റ്റുകൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുത്വത്തിന് വേണ്ടിയുള്ള സമരം, ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള സമരം എന്നത് വാസ്തവത്തിൽ നാം നാമായി നിലനിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു വൈവിധ്യബോധത്തെ, നമ്മുടെ ഇത്തിരി വട്ടങ്ങൾക്കപ്പുറത്ത് ജീവിതത്തെ ആകമാനം ചേർത്ത് വെച്ച് കാണാനുള്ള ഒരു വൈവിധ്യബോധത്തെ, അത് നൽകുന്ന സങ്കീർണതയെ, അത് നൽകുന്ന ബഹുത്വത്തെ അനുഭവിക്കാനുള്ള വഴിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വായന. ഒരു നോവല് നിങ്ങളെ ഈ വൈവിധ്യത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ജീവിച്ച ജീവിതത്തിനപ്പുറം സ്നേഹമുണ്ടെന്ന്, നിങ്ങൾ സ്നേഹിച്ച രീതിക്കപ്പുറം സ്നേഹമുണ്ട് എന്ന് ഒരു നോവൽ നിങ്ങളോട് പറയും.
ഒരുപക്ഷെ നിങ്ങൾക്കത് സ്വയമേവ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെയും മനുഷ്യർ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ നോവല് ബോധ്യപ്പെടുത്തുന്നു. ബഷീർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദീർഘകാലം പലയിടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് 6-7 കൊല്ലക്കാലത്തെ അലച്ചതിന് ശേഷം ഒരു ദിവസം രാത്രി വീട്ടിലെത്തിച്ചേരുന്നുണ്ട്. വാതിൽക്ക തട്ടി വിളിക്കുന്നു, ഉമ്മ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്ന് മകനെ കണ്ടിട്ട് ഉമ്മ ബഷീറിനോട് പറയും, നീയായിരുന്നു ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്ക് എന്ന് പറയും. അപ്പൊ ബഷീർ അത്ഭുതത്തോടെ ചോദിക്കും, ഞാൻ ഇന്ന് വരുന്ന ഉമ്മ എങ്ങനെ മനസ്സിലാക്കി? ഉമ്മ പറയുന്ന വാക്യം, ഓ ഞാൻ എന്നും വിളമ്പി വീഴും, 7 കൊല്ലം കിട്ടും, ഞാൻ എന്നും വിളമ്പി വീഴും. സ്നേഹത്തിന്റെ പരമമായൊരു ആവിഷ്കാരത്തെ അത്ര ലഘുവായൊരു വാക്യത്തിലാണ് അത് അവസാനിപ്പിക്കുന്നത്, ഞാൻ അന്നും വിളമ്പി വീഴും. ഇതേ ഉമ്മ തന്നെ പിന്നീട് ഒരു ദിവസം ബഷീറിനോട് 25 റുപ്യ വേണം എന്ന് പറയും. ബഷീറിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് 25 റുപ്യ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മ അപ്പുറം മാറിയിരുന്ന് ആലോചിക്കുന്നത്, ഞാൻ എന്തൊരു മണ്ടിയാണ്, 100 റുപ്യ കൊടുക്കായിരുന്നു. അതുകൊണ്ട് സ്നേഹിക്കുന്ന ഉമ്മയിൽ തന്നെ വഞ്ചിക്കുന്ന ഉമ്മ ഉണ്ടാവാം. വഞ്ചന എന്നത് വാത്സല്യത്തിന്റെ വിപരീതം തന്നെ ആവണമെന്നില്ല, വാത്സല്യത്തിന്റെ ആവിഷ്കാരവുമാകാം വഞ്ചന എന്നത് നിങ്ങളോട് പറയാൻ കലക്കേ കഴിയൂ, മറ്റൊരു സാമൂഹ്യ ശാസ്ത്രത്തിനും കഴിയില്ല. ഏത് സാമൂഹ്യ സിദ്ധാന്തത്തിലും വഞ്ചന വാത്സല്യത്തിന്റെ വിപരീതമാണ്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നില്ല. വാത്സല്യം കൊണ്ടും നിങ്ങൾക്കൊരാളെ വഞ്ചിക്കാം എന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ ഈ വൈവിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം വളരെ പ്രധാനമാണ്. ശരിതെറ്റുകൾ കറുപ്പും വെളുപ്പമായിട്ട് അപ്പുറം ഇപ്പുറം മാറി നിൽക്കുകയല്ല, അതിൻ്റെ ഇടനിലയിൽ കൂടിക്കലരുന്ന ചാരനിറ പ്രദേശങ്ങൾ എത്രയെങ്കിലും ഉണ്ട്. ജീവിതം തളിർക്കുന്നത് അവിടെ വച്ചാണ്. അതുകൊണ്ട് ജീവിത സങ്കീർണത, അതുകൊണ്ട് ഞാൻ എൻ്റേത് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടേത് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നതിൽ നിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ കലയായിട്ട് കാണുന്ന കഥകളിയിലെ സ്ത്രീവേഷം എന്ന് പറയുന്നത് മാപ്പിള സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് മിനുക്ക് വേഷം. കഥകളിയിലെ ഹനുമാന്റെ തൊപ്പി ഫ്രഞ്ച് തൊപ്പിയിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ്. അതുകൊണ്ട് ഹനുമാന്റെ കൂടെ ഒരു ഫ്രാൻസും ഉണ്ട്, കഥകളി മിനുക്ക് വേഷത്തിൽ ഒരു മാപ്പിള സ്ത്രീയും ഉണ്ട് എന്ന് വരുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എന്ന് എളുപ്പം മനസ്സിലാകും. ഇത് മനസ്സിലാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ വൈവിധ്യം എന്ന് പറയുന്നത് കൃത്രിമമായി നാം പടച്ചുണ്ടാക്കുന്നതല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ്. ഞാൻ ഇടയ്ക്ക് തമാശയായിട്ട് പറയുന്ന എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ കേരളീയ സദ്യ എന്ന് പറയും. പല കാലങ്ങളിലായി കേരളത്തിലേക്ക് വന്നു കയറിയ വിഭവങ്ങളും കറിക്കൂട്ടുകളും നിർമ്മാണ രീതികളും ഒക്കെ മാറ്റിവെച്ചാൽ, അറബിക്കടലിന്റെ അപ്പുറത്ത് നിന്ന് വന്നത്, സഹ്യപർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് വന്നത്, ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ കേരളീയ സദ്യയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്ത് ബാക്കി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ മിക്കവാറും ആ ഇല മാത്രം ബാക്കിയുണ്ടാവും. ബാക്കിയൊക്കെ വന്നതാ. നമ്മുടെ ഭക്ഷണ രീതികൾ എത്രയെങ്കിലും വിസ്തരിക്കാം, ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. അതുകൊണ്ട് ഈ വൈവിധ്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ആശയം ഒന്നുകൂടി ആവർത്തിക്കട്ടെ, നാം കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല. ഞാൻ ധരിക്കുന്ന വസ്ത്രമായും ഭക്ഷണമായും ഭാഷയായും സ്വപ്നമായും ദൈവങ്ങളായും ഒക്കെ മനുഷ്യവംശത്തിന്റെ വൈവിധ്യപൂർണമായ വിശാല ചരിത്രം എൻ്റെ ചുറ്റുമുണ്ട്. ആ വിശാല ചരിത്രത്തിലാണ് നാം ജീവിക്കുന്നത്. ആ വിശാലതയെ അനുഭവപരമായി ഉൾക്കൊള്ളാനുള്ള വഴിയാണ് കലയുടേത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തത്വങ്ങളും ആശയങ്ങളുമാണ്. തത്വങ്ങളും ആശയങ്ങളും എന്ന നിലയ്ക്കല്ല, മറിച്ച് വൈവിധ്യങ്ങളെ എങ്ങനെ അനുഭവിക്കാം, മറ്റൊരാൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ യാതനകളെ എങ്ങനെ നമ്മുടേത് കൂടിയാക്കി മാറ്റാം, ഒരാളുടെ ആഹ്ലാദത്തെ, വിഷാദത്തെ, സ്വപ്നങ്ങളെ, സങ്കടങ്ങളെ ഒക്കെ എങ്ങനെ നമ്മുടെ കൂടി സങ്കടങ്ങളാക്കി മാറ്റാം എന്ന് ചോദിച്ചാൽ അത്യപൂർവമായ എമ്പതിയുടെ, അനുതാപത്തിന്റെ ഒരു ലോകത്ത് നമുക്കെങ്ങനെ ജീവിക്കാം എന്നതിനുള്ള ഒരു ഉത്തരം വാസ്തവത്തിൽ കലയിലുണ്ട്. നാരായണഗുരു ദൈവത്തിന്റെ പരമാവധിയായി കണ്ടത് അനുകമ്പ എന്ന മൂല്യത്തെയാണ്. ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് അനുകമ്പ. അനുകമ്പ എന്താണ്? അത് തന്നിൽ നിന്ന് താനല്ലാത്തവരിലേക്ക് പ്രവഹിക്കുന്ന ജീവിത സ്നേഹം. തന്നിൽ നിന്ന് താനല്ലാത്തവരിലേക്ക്, തന്നിലേക്ക് തന്നെയല്ല, താനല്ലാത്തവരിലേക്ക് അപരോന്മുഖമായി എന്നിൽ നിന്ന് ഒഴുകുന്ന ജീവിതോർജമാണ്, ജീവിത സ്നേഹമാണ് അനുകമ്പ എന്നത്. ഈ അനുകമ്പയുടെ അനുഭവ മൂല്യം താനല്ലാത്തവരുടെ ജീവിതത്തെ തൻ്റെ തന്നെ ജീവിതാനുഭവമായി സാക്ഷാത്കരിക്കാനുള്ള ഒരു സാധ്യത, ആ സാധ്യതയാണ് വാസ്തവത്തിൽ ഒരു കഥയോ ഒരു കവിതയോ ഒരു നോവലോ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. അതുകൊണ്ട് കവിത നഷ്ടപ്പെടുമ്പോൾ, കഥ നഷ്ടപ്പെടുമ്പോൾ
സാഹിത്യം നഷ്ടപ്പെടുമ്പോൾ, കല നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ അത് മനുഷ്യാനുഭവത്തിന്റെ വിശാല വിസ്തൃതികളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അന്യരുടെ ലോകവുമായി താതാത്മ്യപ്പെടാനുള്ള, അപരത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു സാധ്യതയെയാണ് വാസ്തവത്തിൽ കല നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതാണ് കലയുടെ വലിയ വാഗ്ദാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല വിമോചകമാകുന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. കല വിമോചകമാകുന്നത് കലയിൽ ആണ്ടുമുഴുകുമ്പോൾ നിങ്ങൾക്ക് പുറത്തു കിടക്കുന്നു മറ്റാരുടെയോ ജീവിതം, ഏതോ കാലത്ത് നിന്ന് വരുന്ന ജീവിതം. എനിക്ക് പുസ്തകങ്ങളെ കുറിച്ച് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു വാക്യം എഴുതിയത് ഒരു സാഹിത്യകാരനല്ല, ഒരു ശാസ്ത്രചിന്തകനാണ്. കാൾ സാഗൻ എന്നു പേരായ ശാസ്ത്രചിന്തകൻ. അദ്ദേഹം പുസ്തകങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്ന ഒരു വാക്യം, എ മിയർ ലുക്ക് ഇൻ ടു എ ബുക്ക് യു വിൽ ബിഗിൻ ടു ഹിയർ ദ വോയിസ് ഓഫ് അനദർ മാൻ. ഒരു പുസ്തകത്തിലേക്കുള്ള വെറും ഒരു നോട്ടം മതി, നിങ്ങൾ മറ്റൊരാളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. പെർഹാപ്സ് ഡെഡ് ഫോർ 1000 years, ഒരുപക്ഷെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ഒരാളുടെ ശബ്ദം. ഇതാണ് ഒരു പുസ്തകം തരുന്ന വാഗ്ദാനം. ഏതോ കാലത്ത് ഏതോ ദേശത്ത് ജീവിച്ച് ഏതോ അനുഭവങ്ങളിൽ ചെതറി തകർന്നു പോയൊരു മനുഷ്യന്റെ ശബ്ദം നിങ്ങളെ തേടി വരും. ആ ശബ്ദം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതാണ് സാഗൻ പറയുന്നത്, എ മിയർ ലുക്ക് ഇൻ ടു എ ബുക്ക്. ഒരു പുസ്തകത്തിലേക്കുള്ള വെറുമൊരു നോട്ടം, യു വിൽ ബിഗിൻ ടു ഹിയർ ദ വോയിസ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ശബ്ദം കേൾക്കും. പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ശബ്ദമല്ല. പുസ്തകങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് മറ്റൊരാളുടെ ശബ്ദമാണ്, അപരത്തിന്റെ ശബ്ദമാണ്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം എന്നതിലേക്കൊരു വഴി വാസ്തവത്തിൽ സാഹിത്യത്തിലുണ്ട്, കലയിലുണ്ട്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെയും കലയുടെയും വിശാല ലോകങ്ങളെ നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം സഞ്ചരിച്ച് ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ അതിവിപുലമായ ഒരു ജീവിത പരിസരത്തെ സംരക്ഷിക്കാൻ കൂടി നാം ഈ കൂട്ടായ്മകളെ, ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കാലത്തെ വലയം ചെയ്യുന്ന ഏകാധിപത്യത്തിന്റെ, കൃത്രിമമായ ഏകതാഭാവത്തിന്റെ ഒരേ ഒരു ശരിയേ ഉള്ളൂ എന്ന അത്യന്തം അസംബന്ധകരമായ കാഴ്ചപ്പാടിനെതിരെയുള്ള നമ്മുടെ വലിയ സമരം കൂടിയാണ് വാസ്തവത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും വായനയ്ക്കും വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ. ആ നിലയിൽ അത് വലിയൊരു രാഷ്ട്രീയ സമരം കൂടിയാണ്. അത്തരമൊരു സമരമുഖം കൂടി വാസ്തവത്തിൽ നമ്മുടെ ഗ്രന്ഥാലയ പ്രവർത്തനങ്ങളിൽ വായനയിലുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യൻ ബഹുസ്വരതയെക്കുറിച്ച് നല്ലൊരു പ്രഭാഷണം നടത്തിയ ശ്രീ സുനിൽ സാറിന് സംഘാടക സമിതിയുടെ അഖിലമായി നന്ദി അറിയിക്കുക. തുടർന്ന് ഈ വിഷയത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ 10ാം കനിൻ്റെ തൊട്ടു